ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമായിരിക്കുമെന്ന് കരുതുന്നു. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് പ്രവാസികളുടെ ദേശീയ ഭക്ഷണം എന്നറിയപ്പെടുന്ന കുബൂസ് വളരെ സോഫ്റ്റായും പെർഫെക്റ്റായും വീട്ടിലെങ്ങനെ തയ്യാറാക്കിയെടുക്കാം എന്നൊന്ന് നോക്കിയാലോ. കുബൂസ് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി നമ്മളിവിടെ ഒരു ബൗളിൽ 1 ഗ്ലാസോളം വാം വാട്ടർ, അതായത് ചെറു ചൂട് വെള്ളം എടുത്തിട്ടുണ്ട്. നമ്മുടെ കൈ വെച്ച് കഴിഞ്ഞാൽ കൈ പൊള്ളാൻ പാടില്ല, ആ തരത്തിലുള്ള ചെറു ചൂടുവെള്ളമാണ് ഇതിലേക്ക് ആവശ്യം. ഇനി നമുക്ക് ഈ ചെറു ചൂടുവെള്ളത്തിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിലുള്ള പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ പുറത്തു നിന്നെല്ലാം കുബൂസ് വാങ്ങിക്കുന്ന സമയത്ത് കുബൂസിനൊരു ഇളം മധുരം ഉണ്ടാകും. അത് കിട്ടാൻ വേണ്ടിയാണ് 1 ടേബിൾ സ്പൂൺ അളവിലുള്ള പഞ്ചസാര നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1 ടീസ്പൂൺ അളവിലുള്ള ഈസ്റ്റും കൂടിയാണ്. ഈസ്റ്റും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം 1 സ്പൂൺ വെച്ച് പഞ്ചസാരയും ഈസ്റ്റും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പം നമ്മുടെ പഞ്ചസാരയും ഈസ്റ്റും നന്നായിട്ട് മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ചു വെക്കാം. ഒരു 10 മിനിറ്റ് നേരം വെയിറ്റ് ചെയ്യുമ്പോഴേക്കും നമ്മുടെ ഈസ്റ്റ് ആക്റ്റീവ് ആയിട്ട് വന്നോളും. 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ ഈസ്റ്റ് ഇവിടെ നന്നായിട്ട് ആക്റ്റീവായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. കുബൂസ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മളിവിടെ 2 ബൗളോളം മൈദയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എത്ര കുബൂസാണോ ആവശ്യം അതിനനുസരിച്ച് മൈദ എടുക്കുക. അതിനുശേഷം നമ്മളിവിടെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈസ്റ്റ് മിക്സ് ഒന്ന് നന്നായിട്ട് ആദ്യം 1 സ്പൂൺ വെച്ച് കലക്കി കൊടുക്കുക. അതിനുശേഷം പകുതി ഈ മൈദയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. മുഴുവനായിട്ടും ഒരുമിച്ച് ഒഴിച്ചു കൊടുക്കരുത്. ആദ്യം പകുതി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം 1 സ്പൂൺ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വെള്ളം പോരാന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ബാക്കിയുള്ള ഈസ്റ്റ് മിക്സ് കുറേശ്ശെയായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈസ്റ്റ് മിക്സ് മുഴുവനായിട്ടും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് സ്പൂൺ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കൈ കൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. നല്ല ഒരു സോഫ്റ്റ് ഡോ ആകുന്നത് വരെ ഇത് കുഴച്ചെടുക്കണം. ഇപ്പം നമ്മുടെ കുബൂസിനുള്ള ഡോ ഇവിടെ തയ്യാറായിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇതുപോലെ കുഴച്ചെടുക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ഒരല്പം ഓയിൽ കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇത് ഡ്രൈ ആയി പോവാതിരിക്കാൻ വേണ്ടിയാണ്. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കുക. നമ്മളൊരു റാപ്പിംഗ് പേപ്പർ വെച്ചിട്ടാണ് ഇത് കവർ ചെയ്തിട്ടുള്ളത്. പെർഫെക്റ്റ് ആയിട്ടുള്ള അടപ്പുണ്ടെങ്കിൽ അതായിട്ട് അടച്ചു കൊടുത്താലും മതി. അതിനുശേഷം ഒരു 2 മണിക്കൂർ നേരം ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. കുബൂസിൻ്റെ ഡോ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇത് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കവർ ഇതിൻ്റെ മുകളിൽ നിന്ന് മാറ്റാം. കവർ നമ്മൾ മാറ്റിയിട്ടുണ്ട്. നമ്മുടെ കുബൂസിൻ്റെ ഡോ നല്ല സോഫ്റ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് ഈ പാത്രത്തിൽ നിന്നും ഈ ഡോ എടുത്തിട്ട് കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. എത്രത്തോളം നമ്മൾ കുഴക്കുന്നോ അതിനനുസരിച്ച് നമ്മുടെ കുബൂസ് പെർഫെക്റ്റ് ആയിട്ട് വരും. നമ്മൾ ഒന്നുകൂടി ഈ ഡോ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്നും ഓരോ ബോൾസ് ആയിട്ട് എടുക്കാം. ഓരോ മീഡിയം ബോൾ ആയിട്ട് എടുക്കുക. വല്ലാതെ ചെറുതും ആവരുത്, വല്ലാതെ വലുതും ആവരുത്. മീഡിയം ബോൾസ് എടുക്കുക. ഇത്രയും വലുപ്പത്തിലുള്ള ബോൾസ് എടുക്കുക. ഇനി നമുക്കിത് പരത്തിയെടുക്കാം. പരത്തിയെടുക്കാൻ വേണ്ടി നമ്മുടെ കൗണ്ടർ ടോപ്പിൽ ഒരല്പം മൈദ ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് റോളർ വെച്ചിട്ട് ഇത് പരത്തിയെടുക്കാം. ഒരുപാട് തിന്നും ആവരുത്, ഒരുപാട് തിക്കും ആവരുത്. ആ തരത്തിൽ വേണം നമ്മുടെ കുബൂസ് പരത്തിയെടുക്കാൻ. ഇപ്പം നമ്മുടെ ഒരു കുബൂസ് ഇവിടെ പരത്തിയെടുത്തിട്ടുണ്ട്. നല്ല തിന്നുമല്ല, നല്ല തിക്കുമല്ല, അങ്ങനെയാണ് നമ്മളിത് പരത്തിയെടുക്കേണ്ടത്. ഇനി നമുക്ക് ഇതുപോലെ എല്ലാം നമുക്ക് പരത്തിയെടുക്കാം. നമ്മുടെ എല്ലാ കുബൂസും ഇവിടെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ കൗണ്ടർ ടോപ്പിൽ ഇതിങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. അതല്ലെങ്കിൽ ഒട്ടിപ്പോകും. ഒന്നിച്ച് വെച്ച് കഴിഞ്ഞാൽ ഒട്ടിപ്പോകും. അതല്ലെങ്കിൽ ഒരു പേപ്പറിലോ അല്ലെങ്കിൽ ബട്ടർ പേപ്പറോ അല്ലെങ്കിൽ കൗണ്ടർ ടോപ്പിൽ ഇട്ട് കൊടുത്താലും മതി. ഇനി നമുക്ക് ഓരോന്നായിട്ട് ചുട്ടെടുക്കാം. ചുട്ടെടുക്കാൻ വേണ്ടി നമ്മുടെ പാൻ ഇവിടെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഓരോ കുബൂസായിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. 1 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഇതിൻ്റെ മുകളിൽ നന്നായിട്ട് ബബിൾസ് വരും. ആ സമയത്ത് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. കുബൂസ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് വന്നിക്കുന്നത്. ഇതുപോലെ വരണം. ഇനി നമുക്ക് ഈ കുബൂസ് പാനിൽ നിന്ന് മാറ്റാം. ബാക്കിയുള്ള കുബൂസും നമുക്ക് ഇതുപോലെ ചുട്ടെടുക്കാം. നമ്മുടെ പെർഫെക്റ്റ് കുബൂസ് ഇവിടെ തയ്യാറായി കഴിഞ്ഞു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോകളും റെസിപ്പികളും നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഇൻഷാ അല്ലാ വീണ്ടും കാണുന്നത് വരെ ബൈ ബൈ.